ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ എക്സാമിലേക്ക് സ്വാഗതം ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് ലാഗായി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇന്നൊരു കുത്തിപ്പൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു 3 ടൈപ്പ് ബാറ്ററികളുണ്ട്. ഒരു വലുതും, ഒരു മീഡിയം വലിപ്പമുള്ളതും, പിന്നെ ഒരു സാധാരണ ബാറ്ററി. ആ ഒരു 3 ബാറ്ററി നമ്മൾ അഴിച്ച് പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിലത്തെ കാർബണും വേറെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. താല്പര്യമുള്ള എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോ കിടന്നാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പൊളിക്കാൻ പോകണം 3 ബാറ്ററി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി പൊളിക്കണേ. അപ്പോൾ അതിന് തന്നെ അതിൻ്റെ ഒരു മെറ്റൽ ബോഡി നമ്മൾ അതിന് അയച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു ചെറിയൊരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ 2 ലീഡ് വരുന്നത് അതുകൊണ്ട് നൈസായിട്ട് ഊരിടുകയാണ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ഇരിക്കുന്നുണ്ട് ബാറ്ററിയുടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ കളയുമ്പോൾ അതിൽ വേറൊരു മെറ്റൽ പീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി 2 പീസ് നമ്മൾ പൊട്ടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ കെമിക്കൽ സബ്സ്റ്റൻസൊക്കെ കാണാം. കാർബണാണ് മെയിനായിട്ടുണ്ടാവുക, സിങ്ക്, ഫോസ്ഫേറ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോക്ക് ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ മറ്റേ ബാറ്ററി ചെയ്ത പോലെ തന്നെ ഒരു മെറ്റൽ ബോഡി നമ്മൾ അതിൽ നിന്ന് അയച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ അതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൽ 2 സൈഡിലായിട്ടും വാഷുകളൊക്കെ വരുന്നുണ്ട് ആ ഒരു ബാറ്ററിയുടെ ലീഡിൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു ടെർമിനൽ ഇങ്ങോട്ട് ഊരിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് ഊരിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു റബ്ബറിൻ്റെ വാഷ് വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു റബ്ബർ വാഷ് സെപ്പറേറ്റ് ആക്കി. പിന്നെ ഒരു പേപ്പറിൻ്റെ വാഷും വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മളെടുത്ത് കളഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു മൈനസ് ലീഡിൽ വരുന്ന ആ ഒരു പ്ലേറ്റ് നമ്മൾ അതിൽ നിന്ന് എടുത്തു കിട്ടാം. പിന്നെ ഒരു പേപ്പറൊക്കെ മാറ്റി വരുമ്പോഴേക്ക് സമയമെന്ന് വെച്ചിട്ട് നമ്മളത് നിലത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഒരു ചെറിയൊരു ഇരുമ്പ് വെച്ചിട്ട് നമ്മൾ തട്ടി പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ കാർബണും സിങ്കും ഫോസ്ഫേറ്റും കെമിക്കൽസ് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കെമിക്കൽസൊക്കെയാണ്, അതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ നമ്മൾ അതും പൊളിച്ചു. അപ്പോൾ വീണ്ടും ഈ ബാറ്ററി പൊളിച്ചപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു അടുത്ത ബാറ്ററി പൊളിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി വാട്ടർ വരുന്ന ആ ഒരു 3 ക്യാപ്പ് നമ്മളതിന് പൊട്ടിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യണത്. അതിനുശേഷം നമ്മൾ ആ ഒരു വൈറ്റും ബ്ലാക്കും ജോയിൻ്റ് ആവുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് എടുക്കാനുണ്ട് ഒരു എക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടാസ്ക്കുള്ളൊരു പരിപാടി തന്നെയായിരുന്നു അത് മുറിക്കൽ. നല്ല ഹാർഡായിരുന്നു. എന്നാലും നമ്മളത് അതിസാഹസികമായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ അത് 4 സൈഡ് മുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ലിഞ്ചിറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി പൊട്ടിച്ച് ആ ഒരു ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടി ഉള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ലൂസായി പോന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3 സെറ്റ് നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബാറ്ററി വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 3 കട്ടയിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. അപ്പോൾ നമുക്കതൊരു പ്ലെയർ വെച്ച് ഞെക്കുമ്പോൾ നല്ല പ്രഷർ കൊടുക്കുമ്പോൾ അതിന് ബാറ്ററി വാട്ടർ വരണ കാണാം. അപ്പോൾ ഇത് വേറെ വെള്ളമൊന്നുമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഒറിജിനൽ ബാറ്ററി വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഓരോ കട്ടയും പൊളിച്ച് നോക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കെമിക്കൽസ് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല, ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു പേപ്പറാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ബാറ്ററി വാട്ടർ വരുന്നത് കാണാം. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് ബോഡിയുടെ ഉള്ളിൽ ചെറിയൊരു കവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു 6 വാട്ട് ബാറ്ററിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ഞാൻ പറയുന്നില്ല, ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വ്ളോഗ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയിൽ വീണ്ടും കാണാം.